ഓം ശ്രീമദ് ഭഗവതോ. ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ആ ശിവപ്രതിഷ്ഠയ്ക്ക് മുൻപ് വാവൂട്ട് യോഗം എന്ന് പറയുന്ന ഒരു ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി വളരെ മോശമായിരുന്നതുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് വേണ്ടി ഗുരു തൻ്റെ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിക്കുകയും അങ്ങനെ നെയ്യാറിൽ നിന്ന് ശിവലിംഗം മുങ്ങിയെടുക്കുകയും ഗുരു നെയ്യാറിൻ്റെ തീരത്ത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ധാരാളം ഭക്തന്മാർ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും വേണ്ടി ഇവിടെ വന്ന് പോകാറുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക വാവ് ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ പിതൃതർപ്പണം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. ശ്രീനാരായണ ധർമ്മത്തിൽ, ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ കൃത്യമായി ഗുരു പിതൃയജ്ഞത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മാതാപിതാക്കൾ, അതേപോലെ പൂർവികരായിട്ടുള്ള മറ്റ് പല ബന്ധുക്കളും സ്വന്തക്കാരും, അങ്ങനെ പ്രത്യേകിച്ച് പുനർജന്മവുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്ത് തന്നെ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് ബലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ ഈ ബലികർമ്മം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെയുമല്ല. ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ച് സ്ഥാപനമാണ് അരുവിപ്പുറം ക്ഷേത്രമാലി മഠം. ശുദ്ധമായിട്ടുള്ള ജലം നമ്മളുടെ നെയ്യാറിൽ മുങ്ങി കുളിക്കുവാനും അതിനുശേഷം ബലിയിടുവാനും വീണ്ടും ആ ബലിപിണ്ഡം നെയ്യാറിൽ സമർപ്പിച്ച് മുങ്ങി കൃതകൃത്യരായിട്ട് തിരിച്ചു പോകുവാനുമുള്ള വിപുലമായ സൗകര്യങ്ങളാണ് മഠം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് ഇന്ന് രാവിലെ 4:30 മുതൽ ധാരാളം ആളുകളാണ് വളരെ ശാന്തമായി സ്വസ്ഥമായി വന്ന് ഈ ബലിതർപ്പണം നടത്തി തിരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഗുരുദേവ വിശ്വാസികൾ, അതേപോലെ തന്നെ മന്ത്രങ്ങൾ കൃത്യമായിട്ട് ചൊല്ലി ഇടുന്ന ഈ ബലി കർമ്മത്തിൽ എത്രയോ മറ്റ് ഗുരുദേവ വിശ്വാസികൾ, ഭക്തന്മാർ, മറ്റ് ജീവിതത്തിൻ്റെ മറ്റ് പല തുറകളിലുമുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് ബലിയിട്ട് പോകുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ദിവസവും ഇവിടെ ബലി കർമാദികൾ നടക്കുന്നുണ്ട്. തിലഹോമം, അതുപോലെ മറ്റുള്ള പിതൃസംബന്ധമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അരുവിപ്പുറം ക്ഷേത്രമാലി മഠത്തിൽ നടത്തുന്നുണ്ട്. ഇത്രയും പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത്, ഈ പുണ്യസ്ഥലത്ത് നമ്മൾക്ക് വന്ന് ബലിയിടുക എന്ന് പറയുന്നത് വലിയ പൂർവ്വ ജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ്.